ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് നമ്മുടെ കൂമ്പും വൻപയറും ഇട്ടിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വേഗം തന്നെ കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് എണ്ണ ഇട്ട് കൊടുക്കും. വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തേക്കണത്. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ മുറിച്ച് വെച്ച നല്ല ഫ്രഷായി മുറിച്ച് വെച്ച നമ്മൾ കൂമ്പ് നമ്മൾ അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കൂമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിപ്പോൾ റെസിപ്പി ചെയ്യണത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിലോട്ടേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റിനുള്ള ആവശ്യത്തിന് നമ്മൾ അതിലോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമ്മുടെ കൂമ്പിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഡയബറ്റീസ് പേഷ്യൻസിനാണെങ്കിൽ പോലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 2 to 3 മിനിറ്റ്സ് അടച്ചു വെച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ടേക്ക് വൻപയർ, ഇത് കൂമ്പും വൻപയറും ഇട്ടിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ. അപ്പോൾ വൻപയർ ഞാൻ നല്ലതുപോലെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ടും നല്ല ഹെൽത്തി റെസിപ്പിയാണ്. നമ്മുടെ വൻപയറാണെങ്കിലും കൂമ്പാണെങ്കിലും നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ്സ്, കൂമ്പ് ഓൾറെഡി ഒരുമാതിരി വെന്തിട്ടുണ്ട്, നമ്മൾ വൻപയർ ഓൾറെഡി വേവിച്ചതാണ്. അപ്പോൾ ഒരു 2 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മളുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇച്ചിരി മുളക് പൊടി വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇച്ചിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ടേക്കുള്ള അരപ്പ്, അതായത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അരപ്പ് തന്നെയാണ്. തേങ്ങ വെച്ചിട്ട് തേങ്ങയും അതേപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ കായപ്പൊടിയും പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ ഇച്ചിരി ഒന്ന് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒരു റെസിപ്പിയാണ്. നമ്മുടെ കഞ്ഞിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടച്ചെല്ലാം കൊടുത്ത് ഒരു മിനിറ്റോളം വെറുതെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നല്ല പാകത്തിന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി റെസിപ്പിയാണ്. കൂമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതേപോലെ വൻപയർ നമ്മൾ വേവിച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ടേക്ക് ആഡ് ചെയ്ത് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം പുനൂസ് ഡ്രീം വേൾഡ്. ടാറ്റാ ബൈ.